10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് വിശുദ്ധരുടെ ജീവചരിത്രം എപ്പോഴും വായിക്കാൻ തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പാട്ട്, ഡാൻസ്, കഥാപ്രസംഗം, കോമ്പറ്റീഷൻസ് ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കാലമാണത്. ഈ മറിയം ത്രേസ്യയുടെ പുസ്തകം വായിച്ചപ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ഗ്രാമീണ കന്യക അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോഴാണ് സിസ്റ്റേഴ്സ് പറയുന്നത് ഒരു ലൈഫ് ഗൈഡൻസ് ക്യാമ്പിന്, എൻ്റെ പണ്ടത്തെ പേര് ഷാൻഡി എന്നാണ്, ഷാൻഡി വന്നാൽ കുറേ കുട്ടികൾ വരും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ 10 പേര് കൂടി ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ലൈഫ് ഗൈഡൻസ് ക്യാമ്പ് എന്നാണ് വീട്ടിൽ പറഞ്ഞേക്കണേ. വൊക്കേഷൻ ക്യാമ്പാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. സിസ്റ്റേഴ്സ് ലൈഫ് ഗൈഡൻസ് ക്യാമ്പ് ശരിയാണല്ലോ, ലൈഫ് ഗൈഡൻസ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഡോൺ ബോസ്കോയിൽ, ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോയിലാണ് ക്യാമ്പ് നടക്കുന്നത്. അങ്ങനെ നടന്നപ്പോൾ ഡോൺ ബോസ്കോയിലല്ല, സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ. അങ്ങനെ നടന്ന് അതിൽ ഞങ്ങൾ ഒരു അറയ്ക്കൽ അച്ഛൻ, ഡോൺ ബോസ്കോ ഫാദറാണ് അദ്ദേഹം, അങ്ങനെ ഞാൻ ക്യാമ്പ് ഗൈഡ് ചെയ്തപ്പോൾ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു, ഒരു ഫിലിമൊക്കെ കാണിച്ചു. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. ഒരു കോടീശ്വരൻ്റെ മകൻ തൻ്റെ ഉടുവസ്ത്രം പോലും ഉരിഞ്ഞിട്ടിട്ട് മാർപ്പാപ്പയുടെ കാപ്പയ്ക്കുള്ളിൽ നിന്ന് കർത്താവിനോടുള്ള ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഫ്രാൻസിസ് അസിസിയുടെ ആ സ്പിരിറ്റ് എനിക്ക് എന്തോ ഇങ്ങനൊരു ഭയങ്കരമായിട്ടുള്ളൊരു അഭിനിവേശം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി.